ലിസി ജേക്കബ് എന്ന് പറഞ്ഞ് ഒരു മാഡം ചീഫ് സെക്രട്ടറി ആയിരുന്നു. എത്ര ജമ്മായിരുന്നു. അവരുടെ ഭർത്താവ് ബാബു ജേക്കബും ചീഫ് സെക്രട്ടറി ആയിരുന്നു. അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ലിസി ജേക്കബ് ഒരു ഫയൽ അയച്ചു. അപ്പോൾ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചീഫ് സെക്രട്ടറി ചെന്നപ്പോൾ എന്നോട് കൂടി ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഈ ഫയലിൽ എഴുതാമായിരുന്നു, എന്നെ കൂടി അറിയിക്കാമായിരുന്നു ഈ ഫയലിലെ വിവരങ്ങൾ എഴുതുന്ന മുമ്പേ കാര്യങ്ങൾ. എന്നിട്ട് മുഖ്യമന്ത്രി വി എസ് അതിന് വഴക്കൊന്നും പറഞ്ഞില്ല, വളരെ സൗഹൃദമായ ഒരു വാക്കാണ് പറഞ്ഞത്. പക്ഷെ ആ സെക്കൻഡിൽ വന്ന് പിന്നെയും വർഷങ്ങൾ സർവീസ് ഉള്ളപ്പോൾ മാഡം രാജിവെച്ചു. സെക്രട്ടേറിയറ്റിൽ തങ്കലിപികളാൽ രജതക രേഖകളിൽ എഴുതി വെക്കേണ്ടുന്ന ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്നു. എത്ര മനോഹരമാണവർ. ആ ചീഫ് സെക്രട്ടറിയെ തന്നെ അവർ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു മന്ത്രി രാത്രി ഫയൽ കാണണമെന്ന് പറഞ്ഞു. രാത്രി മന്ത്രി ഫോണിൽ മന്ത്രിയുടെ PS വിളിച്ചിട്ട് ഉടൻ തന്നെ ഫയൽ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. കാണാൻ സുന്ദരിയായ ലിസി ജേക്കബ് മാഡം, എന്താണ് ഇത്ര അത്യാവശ്യം, രാത്രി തന്നെ ഫയൽ? അല്ല, ഇന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞു. ലിസി ജേക്കബ് മാഡം ആ മന്ത്രിയുടെ വീട്ടിൽ, അന്ന് മന്ത്രിയുടെ ഭാര്യയും മക്കളും ഒക്കെ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ലിസി ജേക്കബ് മാഡത്തിനൊരു സംശയം തോന്നി, എന്തിനാണ് എന്നെ ഇപ്പോൾ രാത്രി തന്നെ ഈ ഫയലിൽ വിളിക്കുന്നത്? പക്ഷേ അവസാനം പിന്നെയും വീണ്ടും തുടർച്ചയായി മന്ത്രിയുടെ സ്റ്റാഫുകളുടെ ഫോൺ വന്നപ്പോൾ അവർ ഫോൺ ഓഫ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അവർ മന്ത്രിയെ പോയി കണ്ടു, റിക്വസ്റ്റ് ചെയ്തു എന്നെ ഈ വകുപ്പിൽ നിന്ന് മാറ്റണമെന്ന്. ആ വകുപ്പിൽ നിന്ന് മാഡം മാറി സെക്രട്ടറി ആയിരുന്നപ്പോൾ. ആ നാടാണിത്. വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ എബ്രഹാംമാരെ കാണുമ്പോൾ, ശിവശങ്കരന്മാരെ കാണുമ്പോൾ. ലിസി ജേക്കബ് മാഡം മാത്രമല്ല, TN ശേഷൻ, ഇന്ത്യ ആകെ ഇളക്കിമറിച്ച, ഇലക്ഷൻ കമ്മീഷനെ ആകെ ഇളക്കിമറിച്ച TN ശേഷൻ IAS ആണ്. അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം BJP പോയി, അദ്ദേഹം സംഘിയാണ്, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. പക്ഷെ ഒരു IAS കാരൻ എന്നുള്ള നിലയിൽ നട്ടല് വിളയ്ക്കാത്ത ഇന്ത്യൻ അരകൻ്റെ സർവീസാണ് എന്ന് പറഞ്ഞ്, ഇന്ത്യൻ അടുക്കള സർവീസാണ് IAS എന്നൊക്കെ പറഞ്ഞ് വളരെ ധാർഷ്ട്യത്തോടുകൂടി ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചു. ലാൻഡ് യൂസ് ബോർഡിലേക്ക് എടുത്തു കളഞ്ഞു. തിരുവനന്തപുരത്തെ ആളുകളെ എടുത്ത് കളയുന്ന ഒരു ഓഫീസാണ് ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ. മുഹമ്മദ് റിയാസ് ചീഫ് സെക്രട്ടറി വരെ എടുത്തു മാറ്റി, അവിടേക്കാണ് പോസ്റ്റ് ചെയ്തത്. പക്ഷേ എന്നിട്ടും അവിടെ ഇരുന്നു കൊണ്ടും മനോഹരമായ ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു. എൻട്രൻസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ എൻട്രൻസ് പരീക്ഷാ ഫലമൊക്കെ വളരെ സമയോചിതമായി പുറത്തു കൊണ്ടുവന്നു. ഒരു പരാതിയുമില്ല. അന്ന് പരാതിയുടെ കാലഘട്ടം കൂടിയാണ്. സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി എടുത്ത എഫർട്ടുകൾ, ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ. സമ്പൂർണ്ണ സാക്ഷരത, കോട്ടയത്തെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുടെ ചരിത്രം പറയുമ്പോൾ കോട്ടയം നഗരസഭയെ സമ്പൂർണ്ണ സാക്ഷരതയാക്കിയ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേര് പറയാതെ പോകാനാകില്ല. ഡൽഹി, ഇന്ന് കാണുന്ന ഡൽഹി, ബാദുഷമാരുടെ ഡൽഹി, HGL ഭാഗത്ത് അടക്കമുള്ള ആളുകളുടെ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി, ബഹുദിന മന്ദിരങ്ങൾ ഇടിച്ചു നിരത്തി വലിയ രീതിയിൽ പ്രതിഷേധം വന്നിട്ടും തോക്കുമായിട്ടൊക്കെ പോയി വലിയ കാര്യങ്ങൾ ചെയ്ത് ഇന്നത്തെ ഡൽഹിക്ക് അവസരമൊരുക്കിയ അൽഫോൺസ് കണ്ണന്താനം. K. ജയകുമാർ, അതുപോലെ ഗാന്ധിയനെ പോലെ ജീവിക്കുകയും ഗാന്ധിയൻ തന്നെ ആയി മാറുകയും ചെയ്ത SM വിജയാനന്ദ്, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിനും ജനകീയാസൂത്രണത്തിനൊക്കെ വലിയ സംഭാവന നൽകിയ ആളാണ്. നൃത്തരാഷ്ട്ര പരിപാടികൾക്കൊക്കെ വലിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള, പ്രകൃതി, മണ്ണിന്, മനുഷ്യനെയൊക്കെ കുറിച്ച് വലിയ സംഭാവന നൽകിയിട്ടുള്ള, ഇപ്പോഴും ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന SM വിജയാനന്ദ്. അദ്ദേഹം വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പലപ്പോഴും പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു പശ്ചിമഘട്ട വികസന സെല്ലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറയുമായിരുന്നു, സാറ് ടൂർ പോയാൽ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളുമായിട്ടൊക്കെ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ പക്ഷേ അത് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ പൈസ, അടുത്ത വർക്കിൻ്റെ തന്നെ അതിൻ്റെ പൈസ, ഡീസലിൻ്റെയും പെട്രോളിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പൈസ കണക്കാക്കി ഗവൺമെൻറ്റിൽ അടച്ച് ബില്ല് മേടിക്കും. ലോറി ബേക്കറിൻ്റെ മോഡലിലുള്ള കോസ്ഫോർഡിനെ കൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് വീട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം നഗരത്തിനകത്ത് കോസ്ഫോർഡിനെ കൊണ്ട് വീട് വെച്ച് ചിലവ് കുറഞ്ഞ പ്രകൃതിക്ക് അനുയോജ്യമായ വീട്ടിൽ താമസിക്കുമ്പോൾ മറ്റൊരു ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആൾ കോടികൾ സമ്പാദിച്ച് അനധികൃതമായ സ്വത്തുണ്ടാക്കി പോകുന്നു. എന്നിട്ട് ഉളുപ്പില്ലാതെ, നാണമില്ലാതെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ, സുപ്രീം കോടതി പോവും, ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ പോവും, ജനീവയിൽ പോവും, ഒരിക്കലും ഞാൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞ് കിടന്ന് അർമാദിക്കുകയാണ്. എന്ത് നാടാണിത്? യുവ IAS-കാർ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകാതെ, സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ നോക്കി നടക്കാതെ,
വലിയ ഡെയറിങ് ആയിട്ടുള്ള IAS കാരുണ്ട് ഇവിടെ. ഡോക്ടർ ബി അശോക്, ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നു. ഞാൻ ഇതെല്ലാം പേര് പറയുന്നത് പുതിയ IAS ഇതൊക്കെ പഠിച്ചിരിക്കാനാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം വാട്ടർ റിസോഴ്സിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ടോം ജോസ് റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു പോസ്റ്റ് കിട്ടണം. അതിന് ഡോക്ടർ അശോക് ഫയൽ എഴുതണം. അദ്ദേഹം ഫയൽ എഴുതിയില്ല. ആ കാരണത്താൽ 24 മണിക്കൂറിനകത്ത് അദ്ദേഹത്തെ എറണാകുളത്തേക്കുള്ള കൺസ്യൂമർ ഫെഡിന്റെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം തന്നെ അദ്ദേഹം പെട്ടിയും കിടക്കെടുത്ത് എറണാകുളത്തേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നു, അത് കാര്യം. പക്ഷേ എങ്കിലും ആ ഫയലിൽ ഒരു നോട്ട്, ചിലപ്പോൾ ഗവൺമെന്റ് സമ്മതിക്കണമെന്ന് പോലുമില്ല, എന്നാൽ പോലും ഒരു നോട്ട് എഴുതി കൊടുത്തെങ്കിൽ തിരുവനന്തപുരത്തിനെ തുടരാമായിരുന്നു. അത്ര മനോഹരമായ ജമ്മുകളായ ഒരുപാട് IAS കാരുള്ള ഈ നാട്ടിൽ എന്താണ് കാണിക്കുന്നത്? ഇവിടെ വനിതകൾ അതുപോലെ എത്ര വനിതാ IAS മാർ വളരെ ഗൗരവമായി നന്നായി, അനുപമ എസ് നായർ തുടങ്ങിയ എത്ര പേർ, ഹരിത, അങ്ങനെ എത്രയോ പേർ ഓരോ കാലഘട്ടത്തിൽ ഇടുക്കിയിൽ, വയനാടിൽ, പാലക്കാട് ഒക്കെ ഉള്ള കയ്യേറ്റങ്ങൾ എതിർക്കുന്നതിൽ വളരെ ധീരമായി നിലപാടെടുക്കുന്ന വനിതാ IAS കാരും അതുപോലെ തന്നെ ഓഫീസർമാരും IPS കാരൊക്കെ ഉള്ള നാടാണ്. പുരുഷ IAS കാരൊക്കെ ഉള്ള നാടാണ്. പിന്നെ നമ്മുടെ ദിവ്യ സൈരെ പോലുള്ള സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിച്ച് ബഹളം ഉണ്ടാക്കി പിന്നെ മുഖ്യമന്ത്രിയുടെ PS-ഉം അതുപോലെ ലോകത്തെല്ലാവരും കർണനും കൃഷ്ണനും ദുര്യോധനനും ഒക്കെ ആണെന്ന് പറയുന്ന ടീമുകളും ഉണ്ട്. അത് പിന്നെ ഒരു ചെറിയ പിരി ലൂസാണെന്നാണ് തോന്നുന്നത്. എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അത് കണക്കാക്കണ്ട, ഒരു വനിതയല്ലേ, അവരെ നമുക്ക് വിട്ടേക്കാം. പക്ഷെ ബാക്കിയുള്ളവർ വളരെ മനോഹരമായി, ജൂനിയേഴ്സായാലും സീനിയേഴ്സായാലും വളരെ മനോഹരമായി ഇവിടെ ഭരിച്ചു പോയ, വളരെ ഇപ്പോഴും സമൂഹത്തിൻ്റെ വലിയ അംഗീകാരം നേടി ജീവിക്കുന്ന ഒരുപാട് IAS കാരുള്ള സെക്രട്ടേറിയറ്റിൽ കയറിയും ഇരുന്നും ഇറങ്ങിയൊക്കെ പോയ സെക്രട്ടേറിയറ്റിൻ്റെ ആ പിന്നെ കസേരകളിലാണ് കനകസിംഹാസനത്തിൽ ചുനകനോ ചുംബനോ നീ എന്ന് ചോദിക്കുന്ന പാട്ടുണ്ട് പഴയ പ്രേംനസീറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ കനകസിംഹാസനങ്ങൾ കിട്ടിയ CEO പോസ്റ്റായാലും കിഫ്ബിയുടെ പോസ്റ്റായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പോസ്റ്റായാലും എല്ലാം അടിയന്തരമായി KM എബ്രഹാം രാജിവെച്ച് മാന്യമായി സമൂഹത്തിന് വലിയ സന്ദേശം നൽകുക.